ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ ഓൺലൈൻ ക്ലാസ്സും അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കാന്താരിയാണ് കേട്ടോ. വെള്ളക്കാന്താരിയുണ്ട്, അതുപോലെ തന്നെ സാദാ കാന്താരിയുണ്ട്. അപ്പോൾ ആദ്യമൊന്നും ഇത് കായ്ച്ചിരുന്നില്ല, ഇപ്പോഴാണ് നന്നായിട്ട് കായ വരാൻ തുടങ്ങിയത്. ഇത് നാരങ്ങയാണ് കേട്ടോ, അതായത് ചൈനീസ് ഓറഞ്ച്. ചെറിയ ഓറഞ്ചാണ്, ചെറിയ നാരങ്ങയാണ്, നല്ല പുളിയാണ്. ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതുകൊണ്ട് വെള്ളം കലക്കിയിട്ടുണ്ടെങ്കിൽ. ഒരു വേറൊരു മണം, നമ്മുടെ സാധാ നാരങ്ങയുടെ മണമല്ല അത്. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു സർവ്വസുഗന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ഇതാണ് സർവ്വസുഗന്ധി. നല്ല സ്മെല്ലാണിത് കേട്ടോ. എല്ലാ സ്പൈസസിൻ്റെയും കൂടിയിട്ടുള്ള സ്മെല്ല് ഇതിനുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പൊതിനയും മല്ലിച്ചപ്പൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2 കഷ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും സ്മെല്ല് നമുക്ക് അതിൽ കറിയിൽ കിട്ടും കേട്ടോ. ഇത് പയറാണ് കേട്ടോ, മീറ്റർ പയർ. ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുണ്ട് കറിയും. ഇപ്പോൾ ഒരുപാട് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പയറൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ തലേ ദിവസം ഞാൻ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. രാവിലെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അതായത് രാവിലെ മദ്രസയിലത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് മക്കളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ടാണ്, മൂത്ത മോളെ കേട്ടോ, ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അവളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിലത്തെ ക്ലാസ് തുടങ്ങും. ഒരു 7:30 ആകുമ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം നമ്മളൊപ്പം ഇരിക്കണം കേട്ടോ, കാരണം അവർക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊപ്പം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് പോയിട്ടാണ് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കറി പിന്നെ തലേദിവസത്തെ കറി ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മോളുടെ ക്ലാസ്സിൻ്റെ അടുത്ത് പോയിരുന്നിട്ടാണ് ഞാനതൊക്കെ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നമുക്കും പഠിക്കാമല്ലോ അത് കേട്ടിട്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അത് വിചാരിച്ചിട്ട് അവിടെ പോയിരുന്നിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. നല്ല ക്ലാസ്സാണ് കേട്ടോ, ഓൺലൈൻ ക്ലാസ് മദ്രസയിലത്തെ. നമുക്കും ഒപ്പം കുട്ടികളുടെ ഒപ്പം തന്നെ പഠിക്കാൻ പറ്റും. നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ പയറൊക്കെ ഞാൻ കഴുകി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പയറും വെണ്ടയ്ക്ക കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മദ്രസയിലത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് മോള് അപ്പം തന്നെ ഞാൻ എഴുതിപ്പിക്കുകയാണ് കേട്ടോ. കാരണം അവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയാവും. ഇനി ഞാൻ എഴുതുന്ന ഗ്യാപ്പിൽ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിതുപോലെ ചിരട്ടപ്പുട്ടിലാണ് പുട്ടുണ്ടാക്കാറ്. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് മറ്റേതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഇതിന് തോന്നാറുണ്ട്. പിന്നെ പുട്ടിൽക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ട്, തലേദിവസം രാത്രി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ. നല്ല ടേസ്റ്റാണത്. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ശരിക്ക് അതൊന്നും വീണ്ടും നന്നായിട്ട് ഡ്രൈ ആവും. പുട്ടിൽക്ക് കുറച്ച് കറി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നേരത്തെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇനി ചായ കുടിക്കുകയാണ് കേട്ടോ. പുട്ടും ചിക്കൻ കറിയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാനായിട്ട്. പിന്നെ ഒരു അരമണിക്കൂർ അവർക്ക് ബ്രേക്കാണ് കേട്ടോ. 7:30 മുതൽ 9 മണി വരെ അവർക്ക് മദ്രസയിലത്തെ പഠിക്കാനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു 9 മണി മുതൽ 9:30 വരെ ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ വേഗം ചായയൊക്കെ കുടിച്ച് റെഡി ആവുകയാണ്. ഒരു അരമണിക്കൂർ എനിക്ക് കിട്ടും. ആ സമയത്ത് ഞാൻ മക്കൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കി എടുക്കും.
അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചെറിയുള്ളിയും അതുപോലെ തന്നെ ചുവന്ന മുളകും കൂടിയിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് പുതിയ ചട്ടിയാണ്. അപ്പോൾ അതൊക്കെ മയക്കൊക്കെ ചെയ്തു. അതായത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മയക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പയറുപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചെറിയ ചട്ടിയാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില പൊട്ടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ ഒരു മണം വരും. നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള മണം വരണമെങ്കിൽ നല്ല ഉള്ളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇനിയിപ്പോൾ ഞാൻ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുകയാണ്. ഇതിപ്പോൾ അതാ ഞാൻ ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് കേട്ടോ. PVC പൈപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ പല കളറിലുള്ള 10 മണിയുടെ ചെടി ഇത് വെച്ചിട്ടുണ്ട്, തണ്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 9 മണി മുതൽ 9:30 മുതൽ ഒരു 11 മണി വരെ അവൾ പഠിച്ചു കേട്ടോ മോള്. 2 പേരും പഠിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ ഇവർ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയൊരു 1 മണിക്കൂർ ഗ്യാപ്പാണ് കേട്ടോ, ബ്രേക്കാണ്. അപ്പോൾ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ടൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പയറുപ്പേരി ഉണ്ട്. പിന്നെ ഞാൻ കോഴിമുട്ട കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊരി ഉണ്ടാക്കി. ഞാൻ കൂടുതൽ ഉള്ളി ഇടും കേട്ടോ. കുറച്ച് ഒരു കോഴിമുട്ട ഇടുള്ളൂ, പക്ഷെ ഒരുപാട് ഉള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഉപ്പ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇതാണ് കേട്ടോ, പൈനാപ്പിളാണ്. അപ്പോൾ ഞാനതുകൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കട്ട് ചെയ്യാൻ വെച്ചപ്പോഴാണ് ഇതുണ്ടോ കോഴിമുട്ടയൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോഴാണ് മക്കൾ വന്ന് പറഞ്ഞത് ഇതിങ്ങനെ വെറുതെ കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഒക്കെ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ കഴിച്ചാൽ മതി, കേക്ക് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പറമ്പിലുണ്ടായ കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 1:30 ആയപ്പോൾ മോൾക്ക് സ്കൂളിലത്തെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി കേട്ടോ, വിക്ടേഴ്സ് ചാനലിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ഇഞ്ചി മുളച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്, മുള വന്നിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഉമ്മ മുന്നേ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് ഇതിപ്പോൾ അതാ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ അതൊന്ന് ചെയ്യാണ്. നന്നായിട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അത് ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ചാണകപ്പൊടി മണ്ണൊക്കെ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. 4 മണിക്ക് വീണ്ടും മക്കളുടെ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ അവർ സൈക്കിൾ ചവിട്ടി കളിക്കുകയാണ്. ഇവർക്കിപ്പോൾ സ്കൂളിൽ ഉള്ളതിനെക്കാട്ടിയും കളിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. കുറച്ചല്ലേ സ്കൂളിലൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ ഫുൾ ടൈം കളിക്കാൻ വിട്ടാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെ കളിക്കാൻ വിടുള്ളൂ. ഇതൊക്കെ ഇക്കാൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയാണ് ഫുൾ ടൈം കളി. അപ്പോൾ ചെറിയ മോള് താത്തായുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ പ്രായത്തിൽ തന്നെയുള്ളൊരു മോളുണ്ട് താത്താക്ക്. അപ്പോൾ അവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് വിളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മോളാണ് ഷൂട്ട് ചെയ്യണത്. പിന്നെ അവളുടെ കുറ്റമല്ല ഇങ്ങനെ ഷെയ്ക്കാവുന്നത് കേട്ടോ. ഭയങ്കര റോഡൊക്കെ ഭയങ്കര മോശമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കുലുങ്ങണത്. ഭയങ്കര ഷെയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അടുത്ത് തന്നെയാണ്.
ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പേടിയൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ, സ്വിഫ്റ്റിൻ്റെ ഓട്ടോമാറ്റിക്കാണ് കാറ്. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ ലോക്ക്ഡൗൺ ആയതിനു ശേഷം പിന്നെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. സ്കൂൾ അടച്ചതിന് ശേഷം പുറത്തേക്ക് പോയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇടയ്ക്ക് എന്നെയും കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കടയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവരെ വീട്ടിലാക്കിയിട്ടാണ് പോവാറ്. കണ്ടോ, നല്ല സീനറിയാണ് കേട്ടോ, നല്ല പച്ചപ്പാണ് ഇവിടെ, 2 സൈഡും പാടാണ്. ഇവിടെയൊക്കെ റോഡ് മോശമാണ്, അതുകൊണ്ടാണ് ഭയങ്കര ഷെയ്ക്ക് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി, അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കാഴ്ചയാണ്. ഞാൻ ഇതിനെ പോകുമ്പോൾ ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പോവാറുള്ളൂ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവിടെ മയിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുറ്റികളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ താത്താടെ വീട് എത്തിയിട്ടോ. ഇപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അതാ മോള് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. രണ്ടാളും കൂടി ഭയങ്കര കളിയായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോരുമ്പോൾ താത്താടെ മോള് ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിയിട്ട്. ഞങ്ങളാണെങ്കിൽ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം വായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക കേട്ടോ കമൻറ്റിലൂടെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.